111ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്യാപിറ്റൽ റിസർവ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ മെയ്ഡ് ഫോർ ഫിക്സഡ് അസറ്റ്, സെക്കൻഡ് ഓപ്ഷൻ സർപ്ലസ് അറൈസിംഗ് ഔട്ട് ഓഫ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് അസറ്റ്, തേർഡ് ഓപ്ഷൻ റിസർവ് മെയ്ഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് ഫോർ പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഡിവിഡൻഡ് പേബിൾ ഓൺ ഷെയർസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ക്യാപിറ്റൽ റിസർവ് ഈസ് 111ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ സർപ്ലസ് അറൈസിംഗ് ഔട്ട് ഓഫ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് അസറ്റ് ആണ്. അപ്പോൾ 111ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 112ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം? ഫസ്റ്റ് ഓപ്ഷൻ ലോൺസ്, സെക്കൻഡ് ഓപ്ഷൻ ഡിപ്പോസിറ്റ്, തേർഡ് ഓപ്ഷൻ ഷെയർ ക്യാപിറ്റൽ, ഫോർത്ത് ഓപ്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം? താഴെ കൊടുത്തിട്ടുള്ളതിൽ നോട്ട് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം, ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം അല്ലാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ലോൺസ് അതെ, ഡിപ്പോസിറ്റ് അതെ, ഇൻവെസ്റ്റ്മെൻറ്റ് അതെ. അപ്പോൾ 112ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ ഈസ് നോട്ട് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് ഐറ്റം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 113ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് കംപ്രൈസസ് ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റൽ ആൻഡ് റിസർവ്, സെക്കൻഡ് ഓപ്ഷൻ ലോങ് ടൈം ലയബിലിറ്റീസ്, തേർഡ് ഓപ്ഷൻ കറണ്ട് ലയബിലിറ്റീസ്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കംപ്രൈസ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 113ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് കംപ്രൈസസ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് വരും, ലോങ് ടൈം ലയബിലിറ്റീസ് വരും, കറണ്ട് ലയബിലിറ്റീസ് വരും. അപ്പോൾ 113ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 114ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോർഗേജ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ സെക്യൂരിറ്റി ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ലോൺ, സെക്കൻഡ് ഓപ്ഷൻ സെക്യൂരിറ്റി ഓൺ മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ലോൺ, തേർഡ് ഓപ്ഷൻ ഫെസിലിറ്റി ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഫോർത്ത് ഓപ്ഷൻ ഫെസിലിറ്റി ഓൺ സ്റ്റോക്ക്. മോർഗേജ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏതാണ്, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അപ്പോൾ 114ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ സെക്യൂരിറ്റി ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ലോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് NAV? ഫസ്റ്റ് ഓപ്ഷൻ നെറ്റ് ആനുവൽ വാല്യൂ, സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് ആക്ച്വൽ വാല്യൂ, തേർഡ് ഓപ്ഷൻ നെറ്റ് ആവറേജ് വാല്യൂ, ഫോർത്ത് ഓപ്ഷൻ നെറ്റ് അസറ്റ് വാല്യൂ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫുൾ ഫോം ഓഫ് NAV. 115ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ നെറ്റ് അസറ്റ് വാല്യൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 116ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് DPN ഡിമാൻഡ് പ്രോമിസറി നോട്ട് ഈസ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. ഫസ്റ്റ് ഓപ്ഷൻ 3 years, സെക്കൻഡ് ഓപ്ഷൻ 5 years, തേർഡ് ഓപ്ഷൻ 7 years, ഫോർത്ത് ഓപ്ഷൻ 12 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് DPN ഡിമാൻഡ് പ്രോമിസറി നോട്ടിൻ്റെ ഈസ് ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ മുതൽ എത്ര നാൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 116ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 3 years ആണ്. ദ ലിമിറ്റേഷൻ പീരീഡ് ഓഫ് DPN ഈസ് 3 years ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 31 ഓഫ് BR Act 3 copies of audit report, balance sheet and P&L account have to be filed by cooperative banks with the Reserve Bank before first option September 30, second option June 30, third option December 31, fourth option April 30. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 31 ഓഫ് BR Act അനുസരിച്ച് 3 copies of audit report, balance sheet and P&L account have to be filed by a cooperative banks വിത്ത് റിസർവ് ബാങ്ക് ബിഫോർ ഏത് ഡേറ്റിന് മുന്നേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 117ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ജൂൺ 30 മുമ്പാണ്. ആസ് പെർ സെക്ഷൻ 31 ഓഫ് BR Act 3 copies of audit report, balance sheet and P&L account have to be filed by cooperative banks with Reserve Bank before June 30. അപ്പോൾ 117ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഓൾസോ കോൾഡ് ഫസ്റ്റ് ഓപ്ഷൻ ട്രയൽ ബാലൻസ്, സെക്കൻഡ് ഓപ്ഷൻ ഫൈനൽ അക്കൗണ്ട്സ്, തേർഡ് ഓപ്ഷൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഓൾസോ കോൾഡ്. 118ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എമൗണ്ട് വിച്ച് ഈസ് അപ്രോപ്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ പ്രൊവിഷൻ, സെക്കൻഡ് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ, തേർഡ് ഓപ്ഷൻ റിസർവ്, ഫോർത്ത് ഓപ്ഷൻ ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ എമൗണ്ട് വിച്ച് ഈസ് അപ്രോപ്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് 119ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ റിസർവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
Secret reserves can be created by first option creating profit and loss account, second option creating profit and loss appropriate account, third option debiting profit and loss account, fourth option undervaluing assets. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സീക്രട്ട് റിസർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 120ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ അണ്ടർ വാല്യൂവിങ് അസറ്റ്സ്. അസറ്റിൻ്റെ വാല്യൂ കുറച്ച് കാണിച്ചിട്ടാണ് സീക്രട്ട് റിസർവ് അല്ലെങ്കിൽ ഹിഡൻ റിസർവ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റിസർവ് അല്ലെങ്കിൽ ഇന്നർ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 120ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് കസ്റ്റമേഴ്സ് ഡസ് നോട്ട് ഫാൾ അണ്ടർ ലോ റിസ്ക് കാറ്റഗറി അണ്ടർ KYC ഗൈഡ്ലൈൻസ്? ഫസ്റ്റ് ഓപ്ഷൻ സാലറീഡ് എംപ്ലോയീസ്, സെക്കൻഡ് ഓപ്ഷൻ ട്രസ്റ്റ്, തേർഡ് ഓപ്ഷൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫോർത്ത് ഓപ്ഷൻ പേഴ്സൺസ് ഫ്രം ലോവർ സ്റ്റാറ്റ ഓഫ് ദി സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൽ ഡസ് നോട്ട് ഫാൾ അണ്ടർ ലോ റിസ്ക് കാറ്റഗറി അണ്ടർ KYC ഗൈഡ്ലൈൻസ്. KYC ഗൈഡ്ലൈൻസ് അനുസരിച്ച് ലോ റിസ്ക് കാറ്റഗറിയിൽ വരാത്തത് ഏത് കസ്റ്റമർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 121ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ട്രസ്റ്റ് ആണ്. യെസ്, ട്രസ്റ്റ് ഡസ് നോട്ട് ഫാൾ അണ്ടർ ലോ റിസ്ക് കാറ്റഗറി അണ്ടർ KYC ഗൈഡ്ലൈൻസ് ആണ്. അപ്പോൾ 121ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് എ റീറ്റെയിൽ ബാങ്കിങ് പ്രൊഡക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്, സെക്കൻഡ് ഓപ്ഷൻ എക്സ്പോർട്ട് ക്രെഡിറ്റ്, തേർഡ് ഓപ്ഷൻ ഹോം ലോണ്, ഫോർത്ത് ഓപ്ഷൻ കോർപ്പറേറ്റ് ടേം ലോണ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് റീറ്റെയിൽ ബാങ്കിങ് പ്രൊഡക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 122ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ ഹോം ലോണാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്കീം പ്രൊവൈഡ്സ് adequate and timely support from the banking system to the farmers for their cultivation needs in flexible manner? First option KMM, second option KMC, third option KCC, fourth option KBL. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് സ്കീമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? adequate and timely support from the banking system to the farmers എന്തിന്? ഫോർ ദെയർ കൾട്ടിവേഷൻ നീഡ്സ് ഇൻ എ ഫ്ലെക്സിബിൾ മാനർ. 123ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമാണ്. പ്രൊവൈഡ്സ് ആഡ്വക്കേറ്റ് ആൻഡ് ടൈംലി സപ്പോർട്ട് ഫ്രം ദി ബാങ്കിങ് സിസ്റ്റം ടു ദി ഫാർമേഴ്സ് ഫോർ ദെയർ കൾട്ടിവേഷൻ നീഡ്സ് ഇൻ എ ഫ്ലെക്സിബിൾ മാനർ. 123ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 124ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Currently, the minimum paid up share capital required for setting up of a small finance bank is first option rupees 100 crores, second option rupees 200 crores, third option rupees 250 crores, fourth option rupees 500 crores. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കറൻ്റ്ലി ദ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര വേണം ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് എ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈസ്? 124ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ rupees 200 crores ആണ്. 200 കോടി രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 125ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി EFT ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ലിമിറ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ rupees 5 lakhs, സെക്കൻഡ് ഓപ്ഷൻ അപ് ടു rupees 10 lakhs, തേർഡ് ഓപ്ഷൻ അപ് ടു rupees 25 lakhs, ഫോർത്ത് ഓപ്ഷൻ നോ ലിമിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി EFT ലിമിറ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ? 125ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ നോ ലിമിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 126ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not a money market security? First option commercial paper, second option certificate of deposit of 3 to 6 months, second option treasury bills, third option national saving certificate. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ നോട്ട് എ മണി മാർക്കറ്റ് സെക്യൂരിറ്റി, മണി മാർക്കറ്റ് സെക്യൂരിറ്റി അല്ലാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 126ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്, നോട്ട് എ മണി മാർക്കറ്റ് സെക്യൂരിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 127ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാർജസ്റ്റ് സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണർ ഓഫ് കോമൺ സ്റ്റോക്ക് ഈസ്? ഫസ്റ്റ് ഓപ്ഷൻ ഇൻഷുറൻസ് കമ്പനി, സെക്കൻഡ് ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട്സ്, തേർഡ് ഓപ്ഷൻ പെൻഷൻ ഫണ്ട്സ്, ഫോർത്ത് ഓപ്ഷൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ലാർജസ്റ്റ് സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണർ ഓഫ് കോമൺ സ്റ്റോക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 127ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 128ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാർക്കറ്റ് റിസ്ക് ഈസ് ബെസ്റ്റ് മെഷർഡ് ബൈ? ഫസ്റ്റ് ഓപ്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സെക്കൻഡ് ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, തേർഡ് ഓപ്ഷൻ ആൽഫ, ഫോർത്ത് ഓപ്ഷൻ ബീറ്റ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മാർക്കറ്റ് റിസ്ക് ഈസ് ബെസ്റ്റ് മെഷേർഡ് ബൈ. 128ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ബീറ്റ. മാർക്കറ്റ് റിസ്ക് ഈസ് ബെസ്റ്റ് മെഷേർഡ് ബൈ ബീറ്റ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The accounting period cycle of NSE is?
ഫസ്റ്റ് ഓപ്ഷൻ മൺഡേ ടു സൺഡേ, സെക്കൻഡ് ഓപ്ഷൻ ട്യൂസ്ഡേ ടു മൺഡേ, തേർഡ് ഓപ്ഷൻ വെനസ്ഡേ ടു ട്യൂസ്ഡേ, ഫോർത്ത് ഓപ്ഷൻ ഫ്രൈഡേ ടു തേഴ്സ്ഡേ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ അക്കൗണ്ടിംഗ് പീരീഡ് സൈക്കിൾ ഓഫ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ്. 129ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ വെനസ്ഡേ ടു ട്യൂസ്ഡേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 130ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു മീറ്റ് ദി മിസ്മാച്ചസ് ഇൻ ദി റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്റ്സ് ദേ ക്യാൻ അവൈൽ ഡാഷ് ഫ്രം ദി RBI ഫോർ പീരീഡ് അപ് ടു 90 days. ഫസ്റ്റ് ഓപ്ഷൻ ബ്രിഡ്ജ് ലോൺസ്, സെക്കൻഡ് ഓപ്ഷൻ ഓവർ ഡ്രാഫ്റ്റ്, തേർഡ് ഓപ്ഷൻ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ്, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ടു മീറ്റ് ദി മിസ്മാച്ച് ഇൻ ദി റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്റ്സ് ദേ ക്യാൻ അവൈൽ ഡാഷ് ഫ്രം ദി RBI ഫോർ എ പീരീഡ് അപ് ടു 90 days. 130ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ആണ്. ടു മീറ്റ് ദി മിസ്മാച്ച് ഇൻ ദി റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ മിസ്മാച്ച് ദേ ക്യാൻ അവെയിൽ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഫ്രം ദി RBIയിൽ നിന്നും ഫോർ പീരീഡ് അപ് ടു 90 days. 130ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 131ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് വിൽ നോട്ട് കം അണ്ടർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് ബൈ RBI? ഫസ്റ്റ് ഓപ്ഷൻ മെർജർ, സെക്കൻഡ് ഓപ്ഷൻ ഡീമർജർ, തേർഡ് ഓപ്ഷൻ ടേക്ക് ഓവർ, ഫോർത്ത് ഓപ്ഷൻ ടെർമിനേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ വിൽ നോട്ട് കം അണ്ടർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് ബൈ RBI വരാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 131ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ടെർമിനേഷൻ ആണ്. യെസ്, ടെർമിനേഷൻ വിൽ നോട്ട് കം അണ്ടർ ദി റീകൺസ്ട്രക്ഷൻ ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് ബൈ RBI. അപ്പോൾ 131ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 132ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ക്യാൻ ബി ദി CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ 5 years, സെക്കൻഡ് ഓപ്ഷൻ 10 years, തേർഡ് ഓപ്ഷൻ 15 years, ഫോർത്ത് ഓപ്ഷൻ നോ ലിമിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ പേഴ്സൺ ക്യാൻ ബി ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ CEO ആയിട്ട് ഒരു പേഴ്സണ് മാക്സിമം പീരീഡ് എത്ര നാൾ നിൽക്കാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 132ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 10 years ആണ്. എ പേഴ്സൺ ക്യാൻ ബി ദി CEO ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 10 years. 132ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 133ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഡൗട്ട്ഫുൾ അസറ്റ്സ് ഓഫ് മോർ ദാൻ 3 years ഓൾഡ് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ 100%, സെക്കൻഡ് ഓപ്ഷൻ 50%, തേർഡ് ഓപ്ഷൻ 30%, ഫോർത്ത് ഓപ്ഷൻ 10%. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഡൗട്ട്ഫുൾ അസറ്റ് ഓഫ് മോർ ദാൻ 3 years ഓൾഡ് ഈസ്. അതായത് ഡൗട്ട്ഫുൾ അസറ്റ് ഓഫ് മോർ ദാൻ 3 years ഓൾഡിന് എത്ര പ്രൊവിഷൻ റിക്വയർഡ് ആവശ്യമെന്നാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 133ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ 100% ആണ്. പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ഡൗട്ട്ഫുൾ അസറ്റ് ഓഫ് മോർ ദാൻ 3 years ഓൾഡ് ഈസ് 100%. അപ്പോൾ 134ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഓഫ് one party to compensate the loss incurred to the other party due to the act of any other party. First option indemnity, second option guarantee, third option DP note, fourth option hypothecation. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇറ്റ്സ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഓഫ് വൺ പാർട്ടി ടു കോമ്പൻസേറ്റ് ദി ലോസ് ഇൻകർഡ് ടു ദി അതർ പാർട്ടി ഡ്യൂ ടു ദി ആക്ട് ഓഫ് എനി അതർ പാർട്ടി. ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഓഫ് വൺ പാർട്ടിയാണ് ടു കോമ്പൻസേറ്റ് ദി ലോസ് ഇൻകർഡ് ടു ദി അതർ പാർട്ടി ഡ്യൂ ടു ദി ആക്ട് ഓഫ് എനി അതർ പാർട്ടി. എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 134ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ഇൻഡംനിറ്റി ആണ്. ഇൻഡംനിറ്റി ഈസ് എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഓഫ് വൺ പാർട്ടി ടു കോമ്പൻസേറ്റ് ദി ലോസ് ഇൻകർഡ് ടു അതർ പാർട്ടി ഡ്യൂ ടു ദി ആക്ട് ഓഫ് എനി അതർ പാർട്ടി. അപ്പോൾ 134ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ഇൻഡംനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 135ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അർബൻ ബാങ്ക് ക്യാൻ സാങ്ഷൻ loan to a single borrower subject to a maximum of first option ₹50 lakhs, second option 15% of tier 1 capital, third option 5% of tier 2 capital, fourth option 10% of its total capital funds. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആൻ അർബൻ ബാങ്ക്, ഒരു അർബൻ ബാങ്ക് ക്യാൻ സാങ്ഷൻ ചെയ്യുന്നത് ലോൺ ടു എ സിംഗിൾ ബോറോവർ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ്. 135ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 15% ഓഫ് ടയർ 1 ക്യാപിറ്റൽ ആണ്. 135ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ മോഡ് ഓഫ് പ്രൊവൈഡിങ് സെക്യൂരിറ്റീസ് ടു എ ബാങ്കർ ഫോർ ആൻ അഡ്വാൻസ് വിച്ച് ഈസ് ട്രാൻസ്ഫർ ഓഫ് എ റൈറ്റ് ടു പ്രോപ്പർട്ടി ഓർ ഡെപ്റ്റ്.
ഫസ്റ്റ് ഓപ്ഷൻ അപ്രോപ്രിയേഷൻ, സെക്കൻഡ് ഓപ്ഷൻ മോർഗേജ്, തേർഡ് ഓപ്ഷൻ പ്ലഡ്ജ്, ഫോർത്ത് ഓപ്ഷൻ അസൈൻമെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡാഷ് ഈസ് എ മോഡ് ഓഫ് പ്രൊവൈഡിങ് സെക്യൂരിറ്റീസ് ടു എ ബാങ്കറാണ് ഫോർ ആൻ അഡ്വാൻസ് വിച്ച് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എ റൈറ്റ് പ്രോപ്പർട്ടി ഓർ ഡെപ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഡാഷ് ഈസ് എ മോഡ് ഓഫ് പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു എ ബാങ്കർ. ബാങ്കറിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് ഫോർ ആൻ അഡ്വാൻസുമായിട്ട് ബന്ധപ്പെട്ട്. വിച്ച് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എ റൈറ്റ് പ്രോപ്പർട്ടി ഓർ ഡെപ്റ്റ്. 136ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി, അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ് ഈസ് എ മോഡ് ഓഫ് പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു എ ബാങ്കർ ഫോർ ആൻ അഡ്വാൻസ് വിച്ച് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എ റൈറ്റ് പ്രോപ്പർട്ടി ഓർ ഡെപ്റ്റ് ആണ്. അപ്പോൾ 136ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ്, അസൈൻമെൻറ്റ്. 137ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ടേക്കൺ ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ ടേം ലോൺ, സെക്കൻഡ് ഓപ്ഷൻ പ്ലഡ്ജ്, തേർഡ് ഓപ്ഷൻ ഹൈപ്പോത്തിക്കേഷൻ, ഫോർത്ത് ഓപ്ഷൻ ക്യാഷ് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ലെറ്റർ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ടേക്കൺ ഇൻ കേസ് ഓഫ് ഏത് കേസിനാണ് എടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 137ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ, ക്യാഷ് ക്രെഡിറ്റ് ഓർ ഓവർ ഡ്രാഫ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 138ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ചെക്ക് ഈസ് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് മിസ്റ്റർ എ. ഹി എൻഡോസസ് ദ ചെക്ക് ടു മിസ്റ്റർ ബി വിത്ത് ദി റിമാർക്സ് നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് വേവ്ഡ്. ദിസ് ഈസ് കോൾഡ് ഫസ്റ്റ് ഓപ്ഷൻ കണ്ടീഷണൽ എൻഡോസ്മെൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ സാൻ റിക്കോഴ്സ് എൻഡോസ്മെൻറ്റ്, തേർഡ് ഓപ്ഷൻ ഫാക്കുൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫണ്ട് എൻഡോസ്മെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ചെക്ക് ഈസ് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് മിസ്റ്റർ എ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? എ ഹി എൻഡോസസ് ദി ചെക്ക് ടു മിസ്റ്റർ ബിക്ക് എൻഡോസ് ചെയ്തു വിത്ത് ദി റിമാർക്സ് നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് വേവ്ഡ്. അതിനകത്ത് റിമാർക്സ് ആയിട്ട് കാണിച്ചു. ദിസ് ഈസ് എ കോൾഡ് എന്ത് എൻഡോസ്മെൻറ്റ്, ഏത് ടൈപ്പ് എൻഡോസ്മെൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 138ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ഫാക്കുൾട്ടേറ്റീവ് എൻഡോസ്മെൻ്റ് ആണ്. എ ചെക്ക് ഈസ് ഡ്രോൺ ഇൻ ഫേവർ ഓഫ് മിസ്റ്റർ എ, ഹി എൻഡോസസ് ദ ചെക്ക് ടു മിസ്റ്റർ ബി വിത്ത് ദി റിമാർക്സ് നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് വേവ്ഡ്. ദിസ് ഈസ് എ കോൾഡ് ഫാക്കുൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 139ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ മെറ്റീരിയൽ ഓൾട്രേഷൻ? First option converting an order check into bearer check, second option converting a check payable to bearer to order, third option filling the date in the check which was blank earlier, fourth option crossing of a check. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് മെറ്റീരിയൽ ഓൾട്രേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 139ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ, കൺവേർട്ടിംഗ് ആൻ ഓർഡർ ചെക്ക് ഇൻ ടു ബിയറർ ചെക്ക്. ഒരു ഓർഡർ ചെക്ക്, ഒരു വ്യക്തിക്ക് പേരിലുള്ള ഒരു ചെക്ക് അത് ബിയറർ ചെക്ക് അതല്ലാതെയാക്കി മാറ്റുന്നതാണ് ഇത് മെറ്റീരിയൽ ഓൾട്രേഷൻ. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. കൺവേർട്ടിംഗ് എ ചെക്ക് പേബിൾ ടു ബിയറർ ടു ഓർഡർ. ഒരു ബിയറർ ചെക്ക് ഓർഡർ ചെക്കായിട്ട് മാറ്റി കഴിഞ്ഞാൽ അതൊരു മെറ്റീരിയൽ ഓൾട്രേഷൻ അല്ല. അതുപോലെ തന്നെ ഫില്ലിംഗ് ദി ഡേറ്റ് ഇൻ ദി ചെക്ക് വിച്ച് വാസ് ബ്ലാങ്ക് എർലിയർ. ഒരു ബ്ലാങ്ക് ചെക്കിൽ ഒരു ഡേറ്റ് ഫില്ല് ചെയ്യുന്നു, അതും മെറ്റീരിയൽ ഓൾട്രേഷൻ അല്ല. അതുപോലെ ക്രോസിംഗ് ഓഫ് എ ചെക്ക്. എന്താണ് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ പുട്ടിൻ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് അക്രോസ് ദി ഫേസ് ഓഫ് ദി ചെക്കാണ്, അതും മെറ്റീരിയൽ ഓൾട്രേഷൻ അല്ല. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളതിൽ മെറ്റീരിയൽ ഓൾട്രേഷൻ എന്ന് പറയുന്നതിൻ്റെ ആൻസർ ഏതാണ്? 139ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്, കൺവേർട്ടിംഗ് ആൻ ഓർഡർ ചെക്ക് ഇൻ ടു ബിയറർ ചെക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 140ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഡിഫൈൻഡ് ഇൻ NA Act, second option defined in BR Act, third option defined in RBI Act, fourth option fixed by RBI guidelines. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക്, ചെക്കിൻ്റെ വാലിഡിറ്റി പീരീഡ് ഫിക്സ് ചെയ്യുന്നത് താഴെ കൊടുത്തുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 140ാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രോപ്പറായിട്ടുള്ള സ്യൂട്ടബിൾ ആൻസർ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ഓപ്ഷൻ ഡി ആണ്, ഫിക്സ്ഡ് ബൈ RBI ഗൈഡ്ലൈൻസ് ആണ്. അപ്പോൾ 140ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 141ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Summary of defects is prepared in dash parts. First option 2 parts, second option 3 parts, third option 4 parts, fourth option 5 parts. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മറി ഓഫ് ഡിഫക്റ്റ് ഈസ് പ്രിപ്പയർഡ് എത്ര പാർട്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 141ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ, 2 പാർട്സ് ആയിട്ടാണ്. സമ്മറി ഓഫ് ഡിഫക്ട്സ് ഈസ് പ്രിപ്പയർഡ് ഇൻ 2 പാർട്സ്. അപ്പോൾ 141ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം ഓഡിറ്റ് ഫീ പേബിൾ ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ ₹50,000, സെക്കൻഡ് ഓപ്ഷൻ 20% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ്, തേർഡ് ഓപ്ഷൻ ₹1 lakh, ഫോർത്ത് ഓപ്ഷൻ 10% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം ഓഡിറ്റ് ഫീ പേബിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 142ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ₹1 lakh ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 143ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Examination of financial transaction with the supporting document is first option inspection, second option verification, third option valuation, fourth option vouching. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എക്സാം ചെയ്യുവാണ്,
സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് അതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 143ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ വൗച്ചിങ് ആണ്. എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഈസ് വൗച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് കെപ്റ്റ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ ഓഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ സെക്രട്ടറി, തേർഡ് ഓപ്ഷൻ ജോയിൻറ്റ് ഡയറക്ടർ, ഫോർത്ത് ഓപ്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു ഓഡിറ്റ് നോട്ട്ബുക്ക് ആരാണ് കെപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 144ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ഓഡിറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 145ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എറർ അതർ ദാൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഈസ് ജനറലി കോൾഡ് ആസ് ഡാഷ് എറേഴ്സ്. ഫസ്റ്റ് ഓപ്ഷൻ ഒമിഷൻ, സെക്കൻഡ് ഓപ്ഷൻ കമ്മീഷൻ, തേർഡ് ഓപ്ഷൻ കോമ്പൻസേറ്ററി, ഫോർത്ത് ഓപ്ഷൻ ക്ലറിക്കൽ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എറർ ആണ്. അതർ ദാൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ ഈസ് ജനറലി കോൾഡ്. അതായത് എറർ ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലാത്ത എററിന് പറയുന്ന ജനറലി കോൾഡ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 145ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ക്ലറിക്കൽ ഓർ ടെക്നിക്കൽ എറർ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പിൾസ് അല്ലാത്ത എറർ എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ഓർ ടെക്നിക്കൽ എറർ ആണ്. അപ്പോൾ 145ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 146ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദി സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ 2.5%, സെക്കൻഡ് ഓപ്ഷൻ 5%, തേർഡ് ഓപ്ഷൻ 9%, ഫോർത്ത് ഓപ്ഷൻ നോ ഡിപ്രിസിയേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ആണ്. ലാൻഡിന് നോ ഡിപ്രിസിയേഷൻ ആണെന്ന് അറിയാം. ഓൺഡ് ബൈ ദി സൊസൈറ്റി. 146ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ നോ ഡിപ്രിസിയേഷൻ ആണ്. 147ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓഡിറ്റ് ഫേം മീൻസ് എ ഫേം ഇൻക്ലൂഡിംഗ് 2 or more dash having knowledge in cooperative audit. First option retired hands, second option auditors, third option chartered accounts, fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓഡിറ്റ് ഫേം മീൻസ് എ ഫേം ആണ് ഇൻക്ലൂഡിംഗ് 2 or more dash having knowledge in cooperative audit. 2 or more ആൻസർ ഏതാണ്? സി ആണ് ആൻസർ. 2 or more chartered accountants having knowledge in cooperative audit ആണ്. അപ്പോൾ 147ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ഓഡിറ്റ് ഫേം മീൻസ് എ ഫേം ഇൻക്ലൂഡിംഗ് 2 or more chartered accountants having knowledge in cooperative audit. അപ്പോൾ 147ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 148ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഡ്യൂ ടു ഇൻ ഓഡിറ്റ് ഡിനോട്ട്സ്. ഫസ്റ്റ് ഓപ്ഷൻ അസറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ലയബിലിറ്റി, തേർഡ് ഓപ്ഷൻ ഇൻകം, ഫോർത്ത് ഓപ്ഷൻ പ്രോഫിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ടേം ഡ്യൂ ടു ഇൻ ഓഡിറ്റ് ഡിനോട്ട് ചെയ്യുന്ന എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 148ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ അസറ്റ് ആണ്. ഡ്യൂ ടു മീൻസ് അസറ്റ്, ഡ്യൂ ബൈ ആയിരുന്നെങ്കിലോ ലയബിലിറ്റി. അപ്പോൾ 148ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. 149ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ റിട്ടൺ എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് സെഡ് ടു ബി. ഫസ്റ്റ് ഓപ്ഷൻ പ്രൈമറി വൗച്ചർ, സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡറി വൗച്ചർ, തേർഡ് ഓപ്ഷൻ കൊളാറ്ററൽ വൗച്ചർ, ഫോർത്ത് ഓപ്ഷൻ സബ്സിഡറി വൗച്ചർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ റിട്ടൺ എവിഡൻസ് ഇൻ ഒറിജിനൽ. 149ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. പ്രൈമറി വൗച്ചർ ആണ് ഒറിജിനൽ ആണെങ്കിൽ. അപ്പോൾ 149ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 150ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഒബ്ലിഗേറ്ററി ഫോർ ദി ഓഡിറ്റർ ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദി കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ 15 days, സെക്കൻഡ് ഓപ്ഷൻ 30 days, തേർഡ് ഓപ്ഷൻ 60 days, ഫോർത്ത് ഓപ്ഷൻ നോ ടൈം ലിമിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഒബ്ലിഗേറ്ററി ആണ്, നിർബന്ധമാണ്. ഫോർ ദി ഓഡിറ്റർ ടു സബ്മിറ്റ് ദി റിപ്പോർട്ട് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദി കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ്. ഒരു ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ഒബ്ലിഗേറ്ററി ആയിട്ട് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 150ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 30 days ആണ്. ഇറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഒബ്ലിഗേറ്ററി ഫോർ ദി ഓഡിറ്റർ ടു സബ്മിറ്റ് ദി റിപ്പോർട്ട് വിത്തിൻ 30 days ഫ്രം ദി കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റ്. 150ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 151ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാപ്പിംഗ് ഇസ് ഡാഷ് ദ ടൈപ്പ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ്, സെക്കൻഡ് ഗുഡ്സ്, തേർഡ് ഓപ്ഷൻ ബോത്ത് ക്യാഷ് ആൻഡ് ഗുഡ്സ്, ഫോർത്ത് ഓപ്ഷൻ സ്റ്റോക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ദ ടൈപ്പ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ. ഏത് ടൈപ്പ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 151ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ക്യാഷ് ആണ്. ലാപ്പിംഗ് ഈസ് ക്യാഷ്. ക്യാഷ് ടൈപ്പ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ആണ് ദ ടൈപ്പ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ. 151ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 152ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ് ഓഡിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഓഡിറ്റ് ബൈ അക്കൗണ്ടൻറ്റ് ജനറൽ, തേർഡ് ഓപ്ഷൻ പ്രൈവറ്റ് ഓഡിറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫൈനൽ ഓഡിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്
ഓഡിറ്റ് അണ്ടർ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 152ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. ഫൈനൽ ഓഡിറ്റ് ആണ്. ഫൈനൽ ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് അണ്ടർ ദി പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. 152ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 153ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്? ഫസ്റ്റ് ഓപ്ഷൻ എഡ്യൂക്കേഷൻ ഫണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, തേർഡ് ഓപ്ഷൻ റിസർവ് ഫണ്ട്, ഫോർത്ത് ഓപ്ഷൻ മെമ്പർ റിലീഫ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 153ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ. ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ടാണ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. എഡ്യൂക്കേഷൻ ഫണ്ടും റിസർവ് ഫണ്ടും മെമ്പർ റിലീഫ് ഫണ്ടൊക്കെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്ത ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ടാണ്. അപ്പോൾ 153ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 154ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ സീക്കർ റിസർവ്, സെക്കൻഡ് ഓപ്ഷൻ ക്യാപിറ്റൽ റിസർവ്, തേർഡ് ഓപ്ഷൻ റിസർവ് ഫണ്ട്, ഫോർത്ത് ഓപ്ഷൻ സിങ്കിങ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ് വിറ്റ് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് എന്തായിട്ടാണ് കെപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 154ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ. ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ്. പ്രോഫിറ്റ് മെയ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് ക്യാപിറ്റൽ റിസർവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 155ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം, സെക്കൻഡ് ഓപ്ഷൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം, തേർഡ് ഓപ്ഷൻ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. പല ആവർത്തി CSEB എക്സാമുകൾക്കൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ ഈസ്. ആൻസർ സി ആണ് ആൻസർ. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റമാണ്. 155ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 156ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ദി കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് ഈസ് പണിഷബിൾ ഫോർ നോൺ പ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി KCS Act 1969. ഫസ്റ്റ് ഓപ്ഷൻ 64, സെക്കൻഡ് ഓപ്ഷൻ 94, തേർഡ് ഓപ്ഷൻ 63, ഫോർത്ത് ഓപ്ഷൻ 66. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ദി കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് ഈസ് പണിഷബിൾ ഫോർ നോൺ പ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ ഓഡിറ്റ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി KCS Act 1969. അതായത് ഓഫീസർ ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ ഫോർ ദി കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് കസ്റ്റഡിയിൽ വയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഈസ് പണിഷബിൾ ആണ് ഫോർ നോൺ പ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡ്സ്. ആ റെക്കോർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫയലർ ആയി കഴിഞ്ഞാൽ പണിഷബിൾ ഫോർ നോൺ പ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ ഓഡിറ്റിന് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി KCS Act പ്രകാരമാണ് ഇസ് പണിഷബിൾ ആണെന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 156ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. സെക്ഷൻ 94 ഒഫൻസിലാണ് പറയുന്നത്. ദ ഓഫീസർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ ഫോർ ദി കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് കസ്റ്റഡി വയ്ക്കാൻ ഈസ് പണിഷബിൾ ആണ്. എങ്ങനെ? ഫോർ നോൺ പ്രൊഡക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ ഓഡിറ്റിന് അണ്ടർ സെക്ഷൻ 94 ഓഫ് ദി KCS Act 1969 അനുസരിച്ച്. അപ്പോൾ 156ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. സെക്ഷൻ 94 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 157ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റുട്ടീൻ ചെക്കിംഗ് നോട്ട് ഇൻവോൾവ്സ്. ഫസ്റ്റ് ഓപ്ഷൻ ചെക്കിംഗ് ഓഫ് കാസ്റ്റിംഗ്, സെക്കൻഡ് ഓപ്ഷൻ ചെക്കിംഗ് ഓഫ് പോസ്റ്റിംഗ്, തേർഡ് ഓപ്ഷൻ വാലുവേഷൻ ഓഫ് അസറ്റ്, ഫോർത്ത് ഓപ്ഷൻ ചെക്കിംഗ് ഓഫ് ബാലൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ റുട്ടീൻ ചെക്കിങ്ങിൽ വരാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 157ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ സി ആണ് ആൻസർ. വാലുവേഷൻ ഓഫ് അസറ്റ് ആണ് നോട്ട് ഇൻവോൾവ് ഇൻ റുട്ടീൻ ചെക്കിംഗ്. ബാക്കിയെല്ലാം റുട്ടീൻ ചെക്കിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ 157ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 158ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഒബ്ജക്റ്റ് ഓഫ് ഷോവിങ് മോർ പ്രോഫിറ്റ് ദാൻ ദ ആക്ച്വൽ വൺ ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ ടു ഡിസീവ് കോമ്പറ്റീഷൻ, സെക്കൻഡ് ഓപ്ഷൻ ടു മിസ്ലീഡ് ഇൻകം ടാക്സ് അതോറിറ്റീസ്, തേർഡ് ഓപ്ഷൻ ടു പർച്ചേസ് ഷെയർ ഇൻ ദി മാർക്കറ്റ്, ഫോർത്ത് ഓപ്ഷൻ ടു വിൻ കോൺഫിഡൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഒബ്ജക്റ്റ് ഓഫ് ഷോവിങ് മോർ പ്രോഫിറ്റ് ദാൻ ദി ആക്ച്വൽ വൺ. ആക്ച്വൽ പ്രോഫിറ്റിനേക്കാളും മോർ പ്രോഫിറ്റ് കാണിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 158ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ഡി ആണ് ആൻസർ. ടു വിൻ കോൺഫിഡൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ദ ഒബ്ജക്റ്റ് ഓഫ് ഷോവിങ് മോർ പ്രോഫിറ്റ് ദാൻ ദി ആക്ച്വൽ വൺ ഈസ് ടു വിൻ ദി കോൺഫിഡൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. 158ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 159ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് അൺനോൺ ഫ്യൂച്ചർ ലോസസ്. ഫസ്റ്റ് ഓപ്ഷൻ റിസർവ്, സെക്കൻഡ് ഓപ്ഷൻ ഡിപ്രിസിയേഷൻ,
തേർഡ് ഓപ്ഷൻ പ്രൊവിഷൻ, ഫോർത്ത് ഓപ്ഷൻ സിങ്കിങ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അൺനോൺ ഫ്യൂച്ചർ ലോസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 159 ക്വസ്റ്റ്യൻ്റെ CSEB ആൻസർ കീ അനുസരിച്ച് വന്നിട്ടുള്ളത് ആൻസർ ഏതാണ്? 159 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, പ്രൊവിഷനാണ്. പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് ഫോർ മീറ്റിംഗ് അൺനോൺ ഫ്യൂച്ചർ ലോസസ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 160 ക്വസ്റ്റ്യൻ നോക്കാം. ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദി ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് റിസൾട്ട്, സെക്കൻഡ് ഓപ്ഷൻ ഗ്രോസ് പ്രോഫിറ്റ്, തേർഡ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് അസർടൈൻ ചെയ്യുന്നതിന് വേണ്ടി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 160 ക്വസ്റ്റ്യൻ ആൻസർ അറിയാലോ. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ 160 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്, ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.